ഇന്നിപ്പോൾ അദ്ദേഹം പ്രസിഡന്റായി ചുമതലയേറ്റതിന് ശേഷം നടത്തിയൊരു പ്രസംഗം ഒഴുക്കുള്ള മലയാളത്തിൽ അല്ലെങ്കിൽ പോലും അദ്ദേഹം സംസാരിക്കുന്ന മുഴുവൻ കേരള വികസനത്തിനെ കുറിച്ചാണ്, യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകേണ്ടതിനെ കുറിച്ചാണ്. അങ്ങനെ അതിനെക്കുറിച്ചാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ ഉടനീളം ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടം വരെ അദ്ദേഹം പരാമർശിക്കുന്നത്. അവസാന ഘട്ടത്തിൽ മാത്രമാണ്, ഞാൻ കേട്ടതിൻ്റെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് അദ്ദേഹം പറയുന്നത്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം BJP-യെ NDA അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് പൂർത്തിയാക്കിയ ശേഷമേ ഞാൻ നിന്ന് പോകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അത് പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം ഒരുപക്ഷെ പ്രവർത്തകരിൽ അദ്ദേഹത്തിനുള്ളൊരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും പ്രവർത്തകരിലൊരു ആവേശം ജനിപ്പിക്കാനും ഒക്കെ ഇനീഷ്യലി പറയുന്നതായിരിക്കാം. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഫസ്റ്റ് പാർട്ടിൽ അദ്ദേഹം ഊന്നിയത് മുഴുവൻ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലൊരു പുതിയ എമർജ് ചെയ്ത് വരുന്ന ഒരു കമ്മ്യൂണിറ്റി, അത് ജാതി മതം എന്നുള്ള ബേസിസിലല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോൾ സൂചിപ്പിച്ച വിധത്തിലുള്ള പുതിയൊരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയെ അഡ്രസ്സ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതായത് ഒരു കൃത്യമായ പ്ലാൻ രാജീവ് ചന്ദ്രശേഖറിന്റെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു, ഒരു ബിസിനസ് പ്ലാൻ. തീർച്ചയായിട്ടും അത് തന്നെയാണ്, ആ ബിസിനസ് പ്ലാൻ തന്നെയാണ് വാസ്തവത്തിൽ കേരളത്തില് ഇനിയിപ്പോ കേരളത്തിന്റെ ഭാവി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമായി തീരാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹം ഈ അത് പക്ഷെ അതൊരു ഒരു സോൺ ഓഫ് കോൺഫ്ലിക്റ്റ് ആണ്. കാരണം ഇവിടെ കേരളത്തിലെ BJP-യുടെ നിലനിൽപ്പിൽ ജാതിയും മതത്തിനെയും മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഇല്ലാത്ത രീതിയിൽ, കാരണം ഇവിടെ ജാതീയതയും മതപരമായിട്ടുള്ള രാഷ്ട്രീയവും ഒക്കെ വളരെ ശക്തമായ അവരുടെ അസറ്റുകളാണ്. അപ്പൊ അതിനെ പൂർണ്ണമായിട്ട് അവഗണിക്കാനൊന്നും കഴിയില്ല. രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ അവഗണിക്കുന്ന ആളുമല്ല. കാരണം അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് യാതൊരു മറയുമില്ലാതെ അദ്ദേഹം ഹിന്ദുത്വ രാഷ്ട്രീയം പ്രഖ്യാപിക്കുന്ന ആളാണ്. പക്ഷെ കൂടുതലും ഈ ഊന്നൽ കൊടുക്കുന്നത് ഒരു പക്ഷേ കേരളത്തിന്റെ ഈ വികസനത്തിലും കേരളത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, തൊഴിലില്ലായ്മ പോലത്തെ പ്രശ്നങ്ങൾ, വ്യാവസായിക മാന്ദ്യം, കാർഷിക രംഗത്തെ സ്തംഭനാവസ്ഥ, ഇതൊക്കെ പരിഹരിച്ച് കേരളത്തിന്റെ ഒരു പുതിയ സാധ്യതയിലേക്ക് ആണ് കോൺസെൻട്രേറ്റ് ചെയ്ത് അദ്ദേഹം പ്രവർത്തിക്കുന്നെങ്കിൽ, അങ്ങനെ ഒരു റോഡ് മാപ്പ് ആണ് അദ്ദേഹം കേരളത്തിന് മുന്നിൽ വെക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ BJP ഉദ്ദേശിക്കുന്ന തരത്തിൽ ജാതിമത വിഭാഗങ്ങൾക്ക് അപ്പുറത്ത്, അപ്പോ സ്വാഭാവികമായിട്ടും ഹിന്ദു വിഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു BJP പക്ഷപാതം, ക്രിസ്തീയ വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആനുകൂല്യം ഇതെല്ലാം വാസ്തവത്തിൽ കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്യാൻ, വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ഈ വ്യക്തിപരമായിട്ടുള്ള ഈ പ്രതിച്ഛായയ്ക്ക് പുറമെ അദ്ദേഹത്തിന്റെ ഈ ഡെവലപ്മെന്റ് അജണ്ടയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ഒരു പരിധിവരെ സഹായിക്കും. അത് മറ്റാർക്ക് കഴിയുന്നതിനെക്കാട്ടും, ഞാൻ പറഞ്ഞു മറ്റാർക്ക്, നമ്മുടെ BJP-യിലെ, പ്രത്യേകിച്ച് BJP-യുടെ കാര്യമാണ് പറഞ്ഞത്, BJP-യിലെ മറ്റാർക്കെങ്കിലും കഴിയുന്നതിനപ്പുറത്ത് ഒരു പക്ഷേ മറ്റൊരു നേതാവിനും ഇങ്ങനത്തെ ഒരു ക്രെഡിബിലിറ്റി ഇല്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഇതെല്ലാം കുറെയൊക്കെ അദ്ദേഹം പ്രൂവ് ചെയ്തതാണ്. പിന്നെ അദ്ദേഹം പ്രൊഫഷണൽ കാര്യങ്ങൾ സമർത്ഥനായ ഒരാളാണ്. ഞാൻ എന്റെ 7 വർഷത്തെ ഏഷ്യനെറ്റിന്റെ ന്യൂസിലെ പ്രവർത്തനത്തിനിടയ്ക്ക് തന്നെ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കലും ഒരു മുതലാളി എന്നോ രീതിയിലോ ഒരു BJP നേതാവെന്നോ രീതിയിലോ ഒരു തവണ പോലും അദ്ദേഹം സ്വാധീനിക്കാനോ അദ്ദേഹം അതിനകത്ത് കടന്നു കയറാനോ ഇടങ്കോലിടാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഞാൻ പോകുന്നുള്ളതിനെ എനിക്ക് തുറന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ്. ഒരുപക്ഷെ മന്ത്രിയാവാൻ പോയ ആ സമയത്ത് മാത്രം എന്റെ തലയ്ക്ക് മുകളിൽ എന്നെക്കാട്ടിലും ജൂനിയർ ആയിട്ടുള്ള ഒരാളെ കൊണ്ട് നിയമിച്ച, അതൊരു പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കമ്പൽഷൻ ആയിരിക്കാം. ഇതൊഴിച്ചാൽ മറ്റൊരു കാലത്തും ഒരു സംഭവം പോലും അങ്ങനെ പറയാനില്ല. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ ഒരു നന്മയെന്നല്ല ഞാൻ പറയുന്നത്, അത് മാത്രമായിട്ടല്ല, അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോ വാസ്തവത്തിൽ ഈ ഇന്നത്തെ BJP രാഷ്ട്രീയം കേരളത്തിന് പുറത്ത് പലയിടത്തും നമുക്ക് കാണാം ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി അപ്പീൽ ചെയ്യുന്നവരാണ്. ഒരു മിഡിൽ ക്ലാസ്, അല്ലെങ്കിൽ അർബൻ മിഡിൽ ക്ലാസ്, ഒരു അർബൻ വളരെ ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ ആകർഷിക്കുന്ന ഒരുപക്ഷെ മറ്റേതൊരു പാർട്ടിയെക്കാട്ടിലും കൂടുതൽ ഇന്ന് അതിന് പുറമെ അതിന്റെ അടിയിൽ ഏറ്റവും ഇന്ധനമായിട്ട് ഒരുപക്ഷെ പ്രത്യക്ഷത്തിലല്ലെങ്കിലും, പലയിടത്തും പ്രത്യക്ഷമാണ്, അല്ലെങ്കിലും ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഭൂരിപക്ഷ മതാധിപത്യം, ഇതെല്ലാം കൂടി ഇതൊരു വല്ലാത്ത കോമ്പിനേഷനാണ്. ഒരുപക്ഷെ വിമർശകർക്ക് അതൊരു ടോക്സിക് കോമ്പിനേഷൻ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അതൊരു വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ആ കോമ്പിനേഷൻ ഒരുപക്ഷെ കേരളത്തിൽ പരീക്ഷിക്കാൻ ഏറ്റവും പറ്റിയ ആളാണ് ഇദ്ദേഹം. അപ്പൊ അതിന്റെ ഈ അദ്ദേഹത്തിന്റെ ഈ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയമുണ്ടെങ്കിലും അദ്ദേഹം ഒരു പ്രഖ്യാപിത മുസ്ലിം വിരുദ്ധനോ, അല്ലെങ്കിൽ കേരളത്തിലെ BJP മറ്റുള്ളിടത്ത് വന്ന പോലെ ഒരു വലിയ മുസ്ലിം വിരുദ്ധതയെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ ഒരുപക്ഷെ അതിനെയൊക്കെ കുറച്ച് ടോൺ ഡൗൺ ചെയ്യാൻ സാധ്യതയുണ്ടാവാം. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെവലപ്മെന്റ്, കേരളത്തിന്റെ ഫ്യൂച്ചർ, കേരളത്തിന്റെ നാളെ എന്നൊക്കെ പറഞ്ഞു ഉള്ള ഒരു ശ്രമം ഇവർ നടത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും ഇദ്ദേഹത്തിന്റെ സംഘടനയ്ക്കും കഴിഞ്ഞാൽ ഒരുപക്ഷെ അതായിരിക്കും BJP മുന്നിൽ കാണുന്ന ഒരു അജണ്ട എന്നാണ്